കടലമ്മ അറിഞ്ഞില്ല പെട്ടത് നന്നായി തന്നെ പെട്ടു. വേടന് കിട്ടിയത് 8ന്റെ ലോക്കാണ്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വേടനെ അറസ്റ്റ് ചെയ്ത സംഭവം. പക്ഷെ വേടന് കിട്ടിയ ലോക്ക് അതിന് മുകളിലുള്ള ലോക്കാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് വേടൻ ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിത്തന്റെ ആവശ്യമില്ലല്ലോ. യുവാക്കളുടെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന യുവഗായകൻ. ഈ കാലത്ത് ഇത്രത്തോളം ഫാൻസിനെ സമ്പാദിച്ച ഒരു ഗായകൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനുത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. കാരണം അത്രത്തോളം ഇമ്പാക്ട് വേടൻ എന്ന ഗായകൻ ഇന്നത്തെ തലമുറയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം വേടന്റെ പാട്ടുകളും വരികളും ഒക്കെ തന്നെയാണ്. വേടൻ എഴുതിയ ഓരോ പാട്ടുകളുടെ വരികൾ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അത്രത്തോളം സ്ട്രോങ് വരികളാണ് അതിലുള്ളത് അല്ലെ. മാത്രവുമല്ല വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ് വേടന്റെ ഓരോ പാട്ടുകളും. അതുകൊണ്ടൊക്കെ തന്നെയാണ് യുവാക്കളിൽ ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ വേടന് സാധിച്ചത്. ഇന്ന് മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള ഗായകന്മാരിൽ ഒരാളായി വേടൻ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വേടന്റെ ഓരോ സ്റ്റേജ് ഷോകളും എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അത്രത്തോളം തിക്കും തിരക്കുമാണ് അല്ലെ. വേടന്റെ ഷോ കാണാൻ വേണ്ടി ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയാണ്. അത്രയും വലിയ നിലയിലേക്ക് വേടൻ ഉയർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എന്തായാലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വേടന്റെ ഫ്ളാറ്റിൽ നിന്നും 6 ഗ്രാമോളം വരുന്ന കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്. പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്തപ്പോഴാണ് കഞ്ചാവിന്റെ അംശം ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വേടൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വേടൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും ഈ തിരക്കൊന്നും ഉപയോഗിച്ചിരുന്നു എന്റെയാണ് പിടിച്ചേക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് പറയും. ഞാൻ വന്നിട്ട് എല്ലാത്തിനും ഉത്തരം പറയും. ഞാൻ ഇപ്പൊ ഈ തിരക്കൊന്നും പോട്ടെ. എല്ലാം പറയും വരട്ടെ. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? ഓക്കെ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാം വന്നിട്ട് പറയുമെന്നാണ് വേടൻ മറുപടി നൽകിയത് അല്ലെ. അപ്പൊ പുള്ളിക്കാരൻ തന്നെ ഇത് സമ്മതിച്ച സമയത്ത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആശാൻ തന്നെ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിലെ കൈമ്പ്രം ബീച്ച് ഫെസ്റ്റിൽ ഈ പറയുന്ന വേടൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ വേടന്റെ പ്രസംഗം കാണേണ്ടത് തന്നെയാണ് മക്കളെ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. സ്നേഹിച്ച് നമ്മുടെ അപ്പനും അമ്മേനെ സ്നേഹിച്ച് എടാ മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവില്ല. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോട്ടിരിക്കുന്നതാണ് മക്കളെ. പ്ലീസ് അതുകൊണ്ട് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്. പകരം ഞാൻ ഉപയോഗിക്കുന്നത് പോലെ നാച്ചുറൽ ആയിട്ടുള്ള കഞ്ചാവ് മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെ. അങ്ങനെയല്ലേ വേട. എന്തായാലും നല്ലൊരു ഉപദേശം തന്നെയാണ് ആശ നൽകിയിട്ടുള്ളത്. ബാക്കിയോട് പറഞ്ഞാട്ടെ. ഗവൺമെന്റ് ഇപ്പൊ ഇത് വേണമെന്ന് പറയുമ്പോഴേ ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടല്ല വേണമെന്നൊക്കെ സ്റ്റേജ് കയറി പറയുന്നത്. എന്തായാലേ വേടൻ തെറി പറയുമ്പോഴേക്കും കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ കുറെ ടീംസ് ഇഷ്ടം. എന്തായാലേ ഇതിലൊക്കെ പ്രചോദനം നൽകുന്നവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി പറഞ്ഞാട്ടെ. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മക്കളെ നമ്മൾ കാണല്ലേ. എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ. എനിക്ക് എത്ര കൊച്ചു അനിയന്മാരുണ്ടെന്നറിയാം. അമ്മരൊക്കെ ഇതിനകത്താണെന്നേ. ദയവ് ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മേനെയും മര്യാദയ്ക്ക് നോക്കി നല്ല ഫാമിലിയൊക്കെ റൺ ചെയ്ത് സുഖമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റിരിക്കുള്ളൂ. ഓക്കെ, വളരെ നല്ലൊരു ഉപദേശം തന്നെയാണ് ഇവിടെ വേടൻ നൽകിയിട്ടുള്ളത് അല്ലെ. ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഉപദേശം തന്നെയാണ്. കാരണം ഇന്നത്തെ സമൂഹം ഡ്രഗ്സിന് പിന്നാലെയാണ്. ഡ്രഗ്സ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആഷിഖ് എന്ന് പറയുന്ന മകൻ സ്വന്തം ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയത്. എന്താണ് കാരണം? സിന്തറ്റിക് ഡ്രഗ്സ്. അതുപോലെ തന്നെ യാസിർ എന്ന് പറയുന്നവൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത്. പ്രേമിച്ച് കിട്ടിയ സ്വന്തം ഭാര്യ അങ്ങ് കൊലപ്പെടുത്തി. സ്വന്തം വീട്ടുകാർ ഉപയോഗിച്ച് യാസിറിന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണാണ് അവൾ. അവളെ പോലും അവൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു? ഡ്രഗ്സ് ആയിരുന്നു. അങ്ങനെ ഡ്രഗ്സ് കാരണം നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുള്ള ഇന്നത്തെ തലമുറ വളരെ വൈകൃതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ തലമുറയ്ക്ക് വേടനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ ഉപദേശിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം യുവതലമുറയെ അത്രയും സ്വാധീനിച്ച ഒരു കലാകാരനാണ് ഈ പറയുന്ന വേടൻ. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു ഉപദേശം തന്നെയാണ് വേടൻ നൽകിയിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഇതൊരുമാതിരി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ബോധവൽക്കരണവും ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ ബോധം പോകലും എന്നൊരു ഏർപ്പാടായി പോയത്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടായിരുന്നു. ഉപദേശവും മൂമ്പിക്കലും ഒരുമിച്ച് വേണ്ടായിരുന്നു. നമ്മളൊരു കാര്യത്തിൽ മറ്റൊരാളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും അവസ്ഥ. ഞാൻ ചെറിയൊരു കഥ പറയാം. അതായത് ഒരു നാട്ടിൽ ഒരു വലിയ പണ്ഡിതന്റെ അടുത്ത് ഒരു ദിവസം ഒരു അമ്മയും മകനും വരികയാണ്. എന്നിട്ട് ആ അമ്മ പണ്ഡിതനോട് പറയുകയാണ്, എന്റെ മകന് പഞ്ചസാരയോട് ഭയങ്കര ഭ്രമാണ്. വീട്ടിൽ എവിടെ പഞ്ചസാര കണ്ടാലും അവൻ അതെടുത്ത് കഴിക്കും. ഇപ്പൊ അവൻ കാരണം എവിടെയും പഞ്ചസാര വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഇവരൊന്ന് ഉപദേശിച്ചു തരണമെന്ന് ഈ പണ്ഡിതനോട് ഈ അമ്മ
അമ്മ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടുടനെ ഈ പണ്ഡിതൻ എന്ത് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇപ്പം പോയിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച വരും, അന്നേരം നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ അമ്മയും മകനും അവിടുന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ അമ്മയും മകനും തിരിച്ചു വരുന്നു ആ പണ്ഡിതന്റെ അടുത്തേക്ക്. അന്നേരം ആ പണ്ഡിതൻ എന്ത് ചെയ്യുന്നു, ആ മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മകനെ നീ അമിതമായി പഞ്ചസാര കഴിക്കരുത്, അത് നിനക്ക് നല്ലതല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ മകനെ ആ പണ്ഡിതൻ ഉപദേശിക്കുന്നു. അപ്പൊ ഇത് കേട്ട് അത്ഭുതപ്പെട്ട അമ്മ പറയാണ്, ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ഇതിന് ഉപദേശിച്ചാൽ പോരായിരുന്നു, എന്തിനാണ് ഇതിനൊരാഴ്ച വരെ കാത്തു നിന്നത് എന്ന്. അപ്പൊ അന്നേരമുള്ള ആ പണ്ഡിതന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മകനെ പോലെ തന്നെ എനിക്കും പഞ്ചസാരയോട് ഭ്രമം ഉണ്ടായിരുന്നു, ഞാൻ അമിതമായി പഞ്ചസാര കഴിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ നിങ്ങൾ അന്ന് വന്നതിന് ശേഷം ഒരാഴ്ചയോളം ഞാൻ പഞ്ചസാര ഉപേക്ഷിച്ചു. ഒരു പഞ്ചസാര അഡിക്റ്റ് ആയിട്ടുള്ള ഞാൻ മറ്റൊരാളുടെ പഞ്ചസാര കഴിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന്. അതാണ് നമ്മൾ സമൂഹത്തിൽ കാണിക്കേണ്ട മാതൃക എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യം ഉപദേശിക്കുകയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിനു ശേഷം മാത്രം ഉപദേശിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇപ്പൊ പലരും വന്ന് കമന്റ് ബോക്സിൽ പറയും, ഓ ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണല്ലോ നീ, നിനക്കൊക്കെ ഉപദേശിക്കാൻ എന്താണ് യോഗ്യത എന്ന്. അത് എനിക്ക് യോഗ്യത ഉണ്ട്, ഞാൻ 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഞാൻ ഇന്നേ വരെ ഒരു ലഹരിയും തൊട്ടിട്ടില്ല, ഈ പറയുന്ന കള്ളും കഞ്ചാവും ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ 100% സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ട്. ആ യോഗ്യത വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ വേടനെതിരെ ആദ്യമായിട്ടല്ല ഒരു ആരോപണം വരുന്നത്. 3 വർഷം മുമ്പേ വേടനെതിരെ മറ്റൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2-3 പെൺകുട്ടികൾ വേടനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യം എന്താണ്, പാർട്ടികളിലും മറ്റും വേടൻ അമിതമായി മദ്യപിച്ചു വരും, എന്നിട്ട് സ്ത്രീകളോട് മോശമായി പെരുമാറും. മോശമായി പെരുമാറുക എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും കയറി പിടിക്കലൊന്നല്ല കേട്ടോ, നന്നായി കമ്പനി ആകും. ഈ കമ്പനി ആയതിനു ശേഷം എന്ത് ചെയ്യും, കുറച്ചൊന്ന് കമ്പനി ആയെന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നേരെ സെക്സ് ചോദിക്കും. താല്പര്യമില്ലെന്ന് അറിയിച്ചാലോ അതിനുവേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങും. ഇനി സെക്സിന് തയ്യാറായാൽ പോലും ഒരുപാട് തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ വേടനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് തന്നെ കെട്ടടങ്ങി പോയി എന്നുള്ളതാണ്. കുറച്ച് കാലത്തേക്ക് അത് വേടൻ ഒരു ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. പിന്നെ അറിയാലോ, എല്ലാവരും അതെല്ലാം മറന്നു. പതുക്കെ പതുക്കെ വേടൻ നന്നായി കയറി വന്നു, വലിയ ഗായകനൊക്കെ ആയി മാറി. അതിനിടയ്ക്കാണ് ഇന്നലെ 6 ഗ്രാമോളം വരുന്ന കഞ്ചാവ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്നത്. പക്ഷെ ഇവിടെ പിടികൂടിയിട്ടുള്ളത് വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ് അല്ലെ, ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. എന്തോ 10 ഗ്രാമിൽ 7 ഗ്രാമിൽ അങ്ങനെ താഴെ പിടികൂടി കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല, ജാമ്യം കിട്ടും. കയ്യിൽ വെക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് വേടൻ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വേടന് വിട്ടയച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും വേടൻ മറ്റൊരു രീതിയിൽ ലോക്കായി കേട്ടോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ വേടൻ എല്ലാ പരിപാടിക്കും എപ്പോഴും പോകുമ്പോഴും കഴുത്തിലൊരു മാല അണിയുമായിരുന്നു. അതിന്റെ ലോക്കറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം, അതൊരു പുലിയുടെ പല്ലിന്റെ ലോക്കറ്റ് ആയിരുന്നു. നമുക്കറിയാം കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കൈവശം വെക്കുന്നത് കുറ്റകൃത്യമാണ് എന്ന്. എന്തായാലും കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടിയ സമയത്ത് ഈ മാലയും പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വേടനെ ചോദ്യം ചെയ്തപ്പോൾ വേടൻ പറഞ്ഞത് ഇത് സിംഗപ്പൂരിൽ നിന്നോ മലേഷ്യയിൽ നിന്ന് എങ്ങനെ വരുത്തിയതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ വനം വകുപ്പ് ആരാ മക്കള്, ആ ലോക്കറ്റ് എന്താക്കി നേരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ വൈദ്യപരിശോധനയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് എന്താണെന്ന് അറിയോ, ഇത് ഇന്ത്യൻ പുലിന്റെ പല്ലാണെന്നുള്ളതാണ്. അതും പ്രായപൂർത്തി ആകാത്ത ഒരു പുലിന്റെ പല്ല്. സ്വാഭാവികമായിട്ടും ചോദ്യം വന്നു. അന്നേരമാണ് വേടൻ പറയുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ് എന്ന്. അതും ഇനി സത്യമാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ആര് ഗിഫ്റ്റ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈവശം വെക്കുന്നത് കുറ്റകൃത്യം തന്നെയാണ്. എന്തായാലും കഞ്ചാവ് കേസിൽ നിന്നും രക്ഷപ്പെട്ട വേടനെ ഈ ഒരു കാര്യത്തിൽ പോലീസ് പൂട്ടി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കുറച്ചു കാലം എന്തായാലും വേടൻ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ഇതൊന്നും കൂടാതെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും വടിവാളും കാര്യങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ കാര്യത്തിലൊന്നും കേസ് എടുത്തിട്ടില്ല. എന്തായാലും മൊത്തത്തിൽ ആശ മൂഞ്ചി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും വേടനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ ഒക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ വേടനും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതിലുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രത്തോളം ഫാൻ ബേസ് ഉള്ള ഒരു മനുഷ്യനാണ് വേടൻ. സ്വാഭാവികമായിട്ടും എന്തൊക്കെ കേസിൽ പെട്ടാലും വേടനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാകും. പലരും പറയുന്നത് വേടനെ പെടുത്തിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. ഞാൻ 1-2 കമന്റ്സ് വായിച്ചു തരാം. അദ്ദേഹത്തിന്റെ വരികളിൽ അസ്വസ്ഥരായവരാണ് എല്ലാം ഉയർന്ന പോസ്റ്റുകളിലൂടെയും വേടനെ ഓർക്കേണ്ടതായിരുന്നു. അവന്റെ വളർച്ച ചില തമ്പുരാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നു. ഇങ്ങനെ പോകുന്ന കമന്റുകൾ ഭയങ്കര ന്യായീകരിക്കലാണ് കേട്ടോ. ഈ ന്യായീകരിക്കലൊക്കെ കാണുമ്പോഴാണ് ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു തരം കമന്റുകൾ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ MLA മകൻ അറസ്റ്റ് ചെയ്തപ്പോ കണ്ണടിച്ച പോലീസ് വേടന്റെ കാര്യത്തിലും ഭയങ്കര ശുഷ്കാന്തി എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളാണ്. അങ്ങനത്തെ 1-2 കമന്റുകൾ ഞാൻ വായിച്ചു തരാം. MLA മകൻ ഉപയോഗിച്ചാൽ പിടിച്ചവരെ മാറ്റും വിജയന്റെ പോലീസ്. ഉയർന്നു വന്നപ്പോഴേ ചവിട്ടി താഴ്ത്തുകയാണല്ലോ, MLA മകനും ഈ പ്രഹസനം കണ്ടില്ലേ? ഇത്തരത്തിലുള്ള കമന്റുകൾ ഒരുപാട് കാണുന്നുണ്ട്. ഈ MLA മകനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ അതെന്താണെന്നുള്ളത് പലർക്കും മനസ്സിലായി കാണില്ല അല്ലെ. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു 2-3 മാസം മുന്നേ MLA ആയിട്ടുള്ള പ്രതിഭയുടെ മകനെ കായംകുളത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ഡ്രഗ്സ് കൈവശം വെച്ചതിന്. അന്നത് ഭയങ്കര വാർത്തയായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് MLA പ്രതിഭ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണമായിട്ട് പുള്ളിക്കാരി എയറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സ് കേസിൽ അറസ്റ്റ് ചെയ്ത മകനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കായിരുന്നു MLA. പക്ഷെ അന്ന് അതൊക്കെ സംഭവിച്ചെങ്കിൽ കൂടിയും പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന എന്താണ്, തെളിവുമായി പിടികൂടിയ പ്രതിയെ വൈദ്യ പരിശോധന പോലും നടത്താതെ പോലീസ് വിട്ടയച്ചു എന്ന വാർത്തയാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. അതിനുള്ള കാരണമായി പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞ എന്താണ്, മുകളിൽ നിന്നുള്ള പ്രഷർ കാരണമാണ് അതൊന്നും ചെയ്യാതിരുന്നത് എന്നുള്ളതാണ്.
MLA-യുടെ മകനല്ലേ, സ്വാഭാവികം. പിന്നെ പോലീസുകാർക്ക് മുകളിലുള്ള ഓർഡർ അനുസരിച്ചിട്ടല്ലേ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. മുകളിൽ നിന്ന് ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട, അത്ര തന്നെ. ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. വാലാട്ടിയല്ലേ ശീലം. എന്തായാലും ആ കേസിൽ വൈദ്യ പരിശോധന പോലും നടത്താതെ MLA യു പ്രതിഭയുടെ മകനെ വിട്ടയച്ചു എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വൈദ്യപരിശോധന നടത്താതെ വിട്ടയച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായി കേട്ടോ. പലരും സ്ഥലം മാറ്റി നോക്കാണ് കേട്ടത്. അത് വേറെ കോമഡി. ഇതിപ്പോ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചാലും പ്രശ്നം, അനുസരിച്ചില്ലെങ്കിലും പ്രശ്നം. എന്തായാലും അതിനെല്ലാം ശേഷം എക്സൈസ് പരിശോധനയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് മാത്രം പരിശോധന നടത്തുന്ന അവസ്ഥയിലേക്കൊക്കെ മാറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയെയും ഖാലിദ് റഹ്മാനെയും ഇപ്പൊ അത് വേടനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ MLA-യുടെ മകനെ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും വേടനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ. വേടൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേടൻ തന്നെ തലകുലുക്കി സമ്മതിച്ച സ്ഥിതിക്ക് അവിടെ ന്യായീകരണത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇതിപ്പോ അറസ്റ്റ് ചെയ്തത് വേടൻ ആയതുകൊണ്ടല്ലേ നിങ്ങൾ MLA-ന്റെ കാര്യം പറഞ്ഞിട്ട് വേടനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്? മുമ്പ് ഖാലിദ് റഹ്മാൻ അറസ്റ്റ് ചെയ്തപ്പോഴും ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തപ്പോഴൊന്നും ഇത് കണ്ടില്ലല്ലോ. അപ്പൊ ഇത് വേടനുള്ള ഒരു പ്രത്യേക സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾ ഇത് ന്യായീകരിക്കാൻ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് ശരിയല്ലല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയോ MLA-യുടെ മകന്റെ കാര്യത്തിൽ മറ്റൊരു നീതി, ഈ പറയുന്ന വേടന്റെ കാര്യത്തിൽ വേറൊരു നീതി എന്ന് പറയുന്നത് അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ കാലങ്ങളോളമായിട്ടുള്ള സിസ്റ്റത്തിന്റെ കറക്ഷൻ തന്നെയാണ് കാണിച്ചു തരുന്നത്, അല്ലെ? നിയമവും അധികാരവും പിടിപാടും ഉള്ളവന് ഒരു നിയമം, അല്ലാത്തവർക്ക് മറ്റൊരു നിയമം. എന്തായാലും കണ്ടു തന്നെ അറിയാം വേടന്റെ കാര്യത്തിൽ മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.